കയറി വന്ന് കാണിച്ചു തരാമെന്ന ധ്വനിയിൽ ഒരു ഭീഷണി മുഴക്കി പിന്നീട് ഒക്ടോബർ 15-ന് ഇപ്പോൾ കെ രമ എം എൽ എ നമ്മോടൊപ്പം ചെയ്തു. ശ്രീ കെ രമ എം എൽ എ, ഈ പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് കുടുംബം തുറന്നു പറയുമ്പോൾ, CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഈ കേസ് നമ്മൾ തുടക്കം മുതലേ പറയുന്നതാണ്. കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയും എത്തില്ല, ഇത് അട്ടിമറിക്കപ്പെടും എന്നുള്ളത്. അതിപ്പോ നമുക്ക് വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. കേസിന്റെ ഒരു തരത്തിലേക്കുള്ള അന്വേഷണവും ഇത് കൊണ്ടുപോയിട്ടില്ല. സ്പെഷ്യൽ ടീമിനെ SIT തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ അന്വേഷണവും ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇത് ഏറ്റവും ഉചിതം CBI തന്നെയാണ്. അത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാന പോംവഴി. അതിലേക്കാണ് ഇപ്പൊ കുടുംബം എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഈ കേസിന് ഏതെങ്കിലും തരത്തിലൊരു തുമ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഇപ്പോഴുള്ളത്. ഇത് ഒരു കാരണവശാലും നവീന്റെ മരണം ഒരു ആത്മഹത്യയാണ് എന്ന് ഇപ്പോഴും വിശ്വാസമില്ല. അതൊരു കൊലപാതകമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തെളിവുകളുമാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആ തരത്തിലേക്ക് അന്വേഷണം നീങ്ങണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ കെ രമ, ഒരു ഘട്ടത്തിൽ ദ്രുതഗതിയിൽ നടപടിയെടുക്കുന്നു, ഈ മുൻകൂർ ജാമ്യം തല്ലൊരു അറസ്റ്റ് ഉണ്ടാകുന്നു, പാർട്ടിതല നടപടി ഉണ്ടാകുന്നു. ഇതൊക്കെ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നതിലപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കോ സർക്കാരിനോ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഈ ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയരുന്നു, പമ്പിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയരുന്നു. ഈ ആരോപണങ്ങളൊന്നും അന്വേഷണം ഒരു തരി പോലും കടക്കാതെ ഇപ്പോഴും ആത്മഹത്യാ പ്രേരണ കുറ്റം അതിന് ചുറ്റുവട്ടം തിരിഞ്ഞ് അന്വേഷണം കറങ്ങുകയാണ്. ശ്രീ കെ രമ, അതെ, ഒരു തരത്തിലും ഇത് ആത്മാർത്ഥമായിട്ടല്ല ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണല്ലോ പ്രശാന്തനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പ്രശാന്തനെ ചോദ്യം ചെയ്തിട്ടില്ല, ഈ അവരുടെ കത്തിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടില്ല, ആ ഡ്രൈവർ ഷംസുദ്ദീന്റെ മൊഴി എടുത്തിട്ടില്ല. എവിടെ പോയി ഈ നവീൻ ബാബു അന്ന് ആ അമ്പലത്തിന് മുന്നിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം എവിടെ പോയി പരിശോധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല, ഫോൺ പരിശോധിച്ചോ, ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ അന്വേഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് പോലീസിനും സർക്കാരിനും ഉള്ള താല്പര്യം ഇതൊരു ആത്മഹത്യയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കങ്ങളാണ് തുടക്കം മുതൽക്കേ നടന്നുകൊണ്ടിരുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില അന്വേഷണങ്ങളല്ലാതെ ഈ കലക്ടറെ പോലും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം ആ തരത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ് ഈ കേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ ഇത് എവിടെയും എത്തില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ CBI കൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതി അന്വേഷിക്കട്ടെ. ശ്രീ കെ രമ എം എൽ എ, ഈ കുടുംബത്തിന്റെ ആശങ്ക എന്ന് പറയുമ്പോൾ സമാനതയില്ലാത്ത രീതിയിൽ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്ന തെളിവുകൾ, കളക്ടറുടെ കോൾ റെക്കോർഡുണ്ട്, പ്രശാന്തിന്റെ കോൾ റെക്കോർഡുകളുണ്ട്. ഈ തെളിവുകളടക്കം നശിപ്പിക്കപ്പെടുമോ എന്ന സംശയത്തിൽ ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് കാണിച്ച് കുടുംബം കോടതിയെ സമീപിക്കുന്ന രീതിയിൽ പോലും എത്തുന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം അതൊരു കാട്ടിക്കൂട്ടൽ മാത്രമായിരിക്കില്ല രമ? അല്ല, അതിലൊരു തർക്കവുമില്ല. കാട്ടിക്കൂട്ടലിന്റെ ഭാഗമായാണ് ഇത്. രണ്ട് നിലപാടായിരുന്നു ഒരു പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. പത്തനംതിട്ടയിലെ പാർട്ടി പറയുന്നു ഞങ്ങൾ കുടുംബത്തിനോടൊപ്പമാണെന്ന്. അതേ അവസരത്തിൽ കണ്ണൂരിലെ പാർട്ടി ഈ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ ജയരാജൻ ഉൾപ്പെടെ പ്രസ്താവന നടത്തിയത് നമ്മൾ കണ്ടതാണ്, പാർട്ടിയുടെ സെക്രട്ടറി. ഇപ്പൊ പാർട്ടി എവിടെയാണ്, സർക്കാർ എവിടെയാണ്? പൂർണ്ണമായിട്ടും ഈ പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് തുടക്കം മുതൽക്കേ വന്നത്. പക്ഷേ കുടുംബത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പത്തനംതിട്ടയിലെ പാർട്ടി മാത്രം ആ തരത്തിൽ നീങ്ങുന്ന കപട നയമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞത്. ഇരട്ട മുഖമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞത്. ഒരു ആത്മാർത്ഥതയും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. ശരി, കെ രമ എം എൽ എ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കെ രമ എം എൽ എ പറഞ്ഞതുപോലെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് ഒട്ടും ആത്മാർത്ഥതയില്ലാതെ പേരിന് മാത്രം പറയും